ഇറക്കുമതി തീരുവ കൂട്ടി ട്രംപ് അണ്ണൻ ഇന്ത്യ വരട്ടിയപ്പോ സത്യത്തിൽ ഇന്ത്യ വരണ്ടോ അതോ അമേരിക്ക വരണ്ടോ? എന്റെ കാഴ്ചപ്പാടിൽ പണി വാങ്ങാൻ പോണത് ഇന്ത്യ അല്ല, അമേരിക്കയാണ്. സൂപ്പറായിട്ട് പണി വാങ്ങും. ഇവിടെ എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത് എന്നുള്ള 3 കാര്യം നോക്കിയാൽ മതി. ഒന്ന്, ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. റഷ്യയുമായിട്ടുള്ള കൂട്ടുകെട്ട് ട്രംപ് അണ്ണൻ അത്ര പിടിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയെ ഒന്ന് സെറ്റാക്കി കണ്ട് ഒന്ന് വരട്ടി കാര്യം നടത്താൻ പറ്റും നോക്കുന്നു. 25% താരിഫ് കൂട്ടുന്നു. അതൊന്നും നടക്കുന്ന പരിപാടിയല്ല. പോയി പണി നോക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നെ 50% ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 25% കൂടെ കൂട്ടി വെക്കുന്നു. ഇത് കൂട്ടി വെച്ചപ്പോൾ തന്നെ അമേരിക്കക്കാർക്ക് കാര്യം മനസ്സിലായി, ഇതൊരു വിവരം കെട്ട ഒരു മനുഷ്യനാണല്ലോ പിടിച്ച് പ്രസിഡന്റ് ആക്കിയത്, സംഗതി നമ്മളാകെ കുടുങ്ങാണല്ലോ എന്ന്. അതിന് ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. വാജ്പേയിന്റെ കാലം മുതൽ ഇങ്ങോട്ട് ട്രംപ് ഒന്നാമൻ വരെ ഉള്ളവരുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരടക്കം നരേന്ദ്രമോദിമാരടക്കമുള്ള മുഴുവൻ ആൾക്കാർ അവർ അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം മര്യാദയ്ക്ക് ഉണ്ടാക്കി കൂട്ടി വന്നപ്പോൾ എല്ലാം കൂടി ട്രംപിന്റെ 2ാം വരവിലെടുത്ത് തലകുത്തി മറിച്ചിട്ട് ഇപ്പോൾ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്? ഈ താരിഫ് വർധന മാത്രമാണോ? ഈ 50% താരിഫ് വർധന തന്നെ നിൽക്കുന്നെന്ന് കരുതിക്കും. ഇന്ത്യ വേറെ വിപണി കണ്ടെത്തും. ഇന്ത്യയുടെ ആഭ്യന്തര വിപണി എന്ന് പറയുന്നത് അത്രയ്ക്ക് ഭീകരാണ്. അത് ട്രംപിന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തപ്പുറത്താണ്. മാത്രമല്ല, ട്രംപ് എന്താ ചെയ്തത്? ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി സാധനങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തി. പക്ഷെ ട്രംപ് മറന്നുപോയ വേറൊരു കാര്യമുണ്ട്. 3.9 മില്യണിന്റെ എയർക്രാഫ്റ്റ് അടക്കമുള്ള ആയുധങ്ങളുടെ ഒരു എഗ്രിമെന്റ് അമേരിക്ക ഇങ്ങോട്ട് വാങ്ങാൻ വേണ്ടി ഇന്ത്യ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. വാങ്ങാന്ന് വെച്ചിട്ട് റേറ്റൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോ ഇന്ത്യ ഇനി അതേപടി ഈ ട്രംപ് ഇങ്ങനെ വേല കാണിക്കുന്നുണ്ടെങ്കിൽ ഈ കരാറ് ഇന്ത്യ പുനഃപരിശോധിക്കൂലേ? ഈ 50% ഇറക്കുമതി ചുങ്കമാണോ? ഇന്ത്യ വേറെ മാർഗം കണ്ടെത്തും. ഇന്ത്യക്ക് കയറ്റുമതി ചെയ്യാൻ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഈ ടാക്സ് കൊടുക്കാതെ ഇറക്കാൻ പറ്റുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അങ്ങോട്ട് കൊടുക്കാൻ സാധനമല്ലെന്നേ. അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനും ഈ പ്രതിസന്ധി മാറ്റാനും ഇന്ത്യക്ക് പറ്റും. പക്ഷെ അമേരിക്കയ്ക്ക് ഇത് പറ്റും? അമേരിക്കയ്ക്ക് ആയുധ കച്ചവടം അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും? ഇവിടെ അറിയുന്നത് പിന്നാമ്പുറത്ത് അമേരിക്ക ഇങ്ങനെ ചൊറിഞ്ഞ് 50% ഇങ്ങനെ വെച്ചിട്ട് ഇന്ത്യ മാനം കെടുത്താൻ, ഇന്ത്യയെ ചൂണ്ടുകരലിൽ നിന്ന് നിർത്തി വട്ടം ചുറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് ചില തീരുമാനങ്ങൾ എടുത്തു എന്നാണ് അറിയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ കരാർ, ആയുധ കരാർ, അമേരിക്കയുമായിട്ടുള്ള ആയുധ കരാർ, വാങ്ങുന്ന കരാർ റദ്ദ് ചെയ്യാൻ ഇന്ത്യ ആലോചിക്കുന്നു. അമേരിക്കയായിട്ട് എത്ര ഇടപാട് വേണ്ട. അതായത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യവുമായി, ഒരു ഭരണ സംവിധാനവുമായി വേണ്ട. മൈ ഫ്രണ്ട് തൽക്കാലം അങ്ങോട്ട് വെട്ടി. ഇനി ആ ഫ്രണ്ട് റഷ്യ മതി. റഷ്യ ആകുമ്പോൾ ഇതുവരെ ഇന്ത്യ ചൊറിയാൻ വന്നിട്ടില്ല, ഇന്ത്യയായിട്ട് യുദ്ധത്തിന് വന്നിട്ടില്ല, വേണ്ടാത്ത വർത്തമാനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, റഷ്യ ഇന്ത്യക്ക് ഏതൊക്കെ സമയത്ത് ആപത്ഘട്ടം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഇന്ത്യ തിരിച്ചു. അതുകൊണ്ട് തന്നെ വലിയ സാങ്കേതിക വിദ്യകളുണ്ട്. റഡാർ സംവിധാനം അടക്കമുള്ള വലിയ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരാൻ, ടെക്നോളജി ഇവിടെ കൊണ്ടുവരാനേ. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് തന്നെ ചെയ്യാം. ഇപ്പൊ തന്നെ യുദ്ധവിമാനങ്ങൾ ഇവിടെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ചില കാര്യങ്ങളൊക്കെ തീരുമാനമായി എന്നാണ് പിന്നാമ്പറ വർത്താനം റഷ്യയും ഇന്ത്യയുമായിട്ട്. ഏതായാലും അത്തരത്തിലൊരു ബന്ധം കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്കയാണ് പെട്ടുപോകുന്നത്. ഇപ്പൊ തന്നെ അമേരിക്കൻ ആഭ്യന്തര വിഷയങ്ങളിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ, ഭീകരമായിട്ടുള്ള വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ, അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഈ ഇറക്കുമതി തീരുവ കൂട്ടി അങ്ങോട്ട് കൊണ്ട് ഇറക്കിയാലും ഇല്ലെങ്കിലും കൂടും. ലഭ്യത കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും വില കൂടും. ഈ ഇറക്കുമതി തീരുവ കൂട്ടി ഇറക്കിയാലും വില കൂടും. ഫലത്തിൽ ഈ വില കൂടുതൽ അല്ലെങ്കിൽ ഇറക്കുമതി തീരുവ ബാധിക്കുന്നത് അമേരിക്കക്കാരെയാണ്. എന്താ ട്രംപ് പൊത്തംകൂടാൻ വിചാരിച്ചത്? ഇവിടുന്ന് ഇത്രയും അധികം കൊടുക്കുമ്പോൾ, ഈ ഇറക്കുമതി ചുങ്കം വരുമ്പോൾ ഇവിടുത്തെ കയറ്റുമതി മേഖല തകർന്നു പോകുന്നതാണ്. 2 കാരണങ്ങളാണ് അതിന് ഇന്ത്യ തകർക്കാൻ വേണ്ടി, ഇന്ത്യ പരിധിക്ക് വരുത്താൻ വേണ്ടി ട്രംപ് നോക്കിയത്. ഒന്ന്, ഇവിടുത്തെ കാർഷിക മേഖല. ഇങ്ങോട്ട് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അവിടെ അത് വ്യവസായമാണ്, അത് നടക്കില്ല എന്ന് ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടുത്തെ സാധാരണക്കാരായ പാവങ്ങൾ, കർഷകർ, അവരെ വിട്ടിട്ടുള്ളൊരു കളി ഒരു സർക്കാരും ഇന്ത്യയിൽ നടത്തൂല. അതിന് നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളതല്ല, ആരും നടത്തില്ല. അത് ഇന്ത്യയുടെ ഒരു പോളിസിയാണ്. ഇന്ത്യയുടെ കർഷകർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നട്ടെല്ലാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഞാനൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെതിരെ പറയുന്നു തോന്നുന്നില്ല. ആഭ്യന്തരമായിട്ട് നമ്മൾ ചിലപ്പോൾ പല അടിയൊക്കെ അടിക്കും, പല കളികളും കളിക്കും, അത് വേറെ വിഷയം. പക്ഷെ പുറം പാർട്ടി വന്ന് ചൊറിയാൻ നിൽക്കുമ്പോൾ ഒന്ന് മാന്തി കൊടുക്കാതിരുന്ന മോശമല്ലേ? അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കന്റെ കാര്യത്തിൽ ഇവിടുത്തെ BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും എല്ലാവരും അങ്ങനെ ഇപ്പോൾ ഒരുത്തിന്റെ അടിമപ്പണിയായിട്ട് നിന്ന് കൊടുക്കേണ്ട, അവന്റെ കാലിന്റെ കീഴിലേക്ക് തലവെച്ചുകൊണ്ട് കൊടുക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ഉള്ളത്. പുറം പാർട്ടിയുടെ കാര്യത്തിൽ അകത്ത് നമ്മൾ അടിക്കുന്നത് പോലെയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോഴും വന്നിട്ടുള്ള ഒരു ടെമ്പററി ഒരു പ്രതിസന്ധി. കാരണം ഒരു വഴിക്ക് കൂടെ പോയിക്കൊണ്ടിരുന്ന ആ ഒഴുക്കിന് പെട്ടെന്ന് നിലയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായി. പക്ഷെ അത് ഒരല്പം കഴിയുമ്പോൾ അത് വേറെ വഴി കണ്ടെത്തി ഒഴുകിപ്പോയി അത് അങ്ങ് ശരിയായിക്കോളും. ചില തടാകങ്ങളും ചില അരുവികളും ഒക്കെ ചിലപ്പോൾ പുതിയതായിട്ടുണ്ടായെന്ന് വരും. അതൊക്കെ സ്വാഭാവികം. അത് കഴിയുമ്പോൾ
ഒരു സ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥ കൈവരും. പക്ഷെ അപ്പോൾ കാലിയായി കിടക്കുന്ന വരണ്ട ഭൂമിയായിട്ട് അമേരിക്ക ആയിരിക്കും കിടക്കുക. അല്ലാതെ ഇന്ത്യക്കൊന്നല്ല. ഇന്ത്യക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. 50% തീരുവയിൽ ഇന്ത്യയെ പൂട്ടിയിടാന്ന് വിചാരിച്ചപ്പോൾ 3.9 ബില്യന്റെ ആയുധ കരാറുണ്ടല്ലോ, അത് ആവിയായി പോയ കഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.